പ്രണയത്തിനൊടുവിലെ വേർപിരിയലുകളുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുവാൻ കഴിയില്ല സുപ്രീം കോടതി. ജസ്റ്റിസ് ബി നാഗാർജന, എൻ കോടീശ്വർ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് കഴിഞ്ഞ നവംബർ 21 വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിച്ചു എന്നൊരു കേസ് തള്ളിക്കൊണ്ട് ഈ നിരീക്ഷണം നടത്തിയത്. ഇരുവരുടെയും സമ്മതപ്രകാരം നടക്കുന്ന കാര്യങ്ങൾ വേർപിരിയലിന് ശേഷം നിയമ നടപടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ കേസിന്മേൽ കോടതി പറഞ്ഞു വെച്ചു. അയ്യപ്പ ഭക്തർക്ക് വേണ്ടി സ്വാമി ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. ഈ മണ്ഡലകാലം മുന്നിൽ കണ്ടുകൊണ്ട് നവംബർ പകുതിയോടുകൂടി മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സഹായത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവതരിപ്പിച്ച ഈ ചാറ്റ് ബോട്ടിൽ ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തെലുങ്കു തുടങ്ങി 6 ഭാഷകൾ വരെ ലഭ്യമാണ്. സന്നിധാനത്തെ പൂജാ സമയം, KSRTC ബസ് സമയം, ട്രെയിൻ സമയം തുടങ്ങി എമർജൻസി നമ്പറുകൾ വരെ ഈ ചാറ്റ് ബോട്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ചാറ്റ് ബോട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി വാട്സപ്പിലോ ടെലിഗ്രാമിലോ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതിയാകും. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി നമ്മുടെ കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ചെക്കുകളുമായി ബന്ധപ്പെട്ട NI ആക്ട് സെക്ഷൻ 138 പ്രകാരമുള്ള കേസുകളാണ് ആദ്യഘട്ടത്തിൽ ഈ കോടതിയിൽ പരിഗണിക്കുന്നത്. കൊല്ലത്തെ 3 ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളും 1 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും ഈ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയ സൂര്യ സുകുമാരൻ ചാർജ് വഹിക്കുന്ന ഈ കോടതിയിൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും കക്ഷികൾക്കും അഭിഭാഷകർക്കും പങ്കെടുക്കാമെന്നുള്ളതും പേപ്പർലെസ് ആയി ഇനി ഏത് കേസും കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.